ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ വാഗചാർത്തിൻ്റെ ചില വിശേഷങ്ങൾ അറിഞ്ഞാലോ? പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം നടക്കുന്ന ചടങ്ങാണ് വാഗചാർത്ത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ ഒന്നാണ് വാഗചാർത്ത്. തൈലാഭിഷേകത്തിന് ശേഷം ഔഷധ ഗുണമുള്ള വാഗമരത്തിൻ്റെ തൊലി പൊടിച്ചെടുത്ത വാഗപ്പൊടി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി ശുദ്ധീകരിക്കുന്നു. വാഗചാർത്ത് എന്തിനാണ്? വാഗചാർത്ത് സമയത്ത് ഭഗവാന്റെ രൂപം സാധാരണ ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുഞ്ഞു ബാലകനെ പോലെ അതീവ സൗമ്യതയോടെ ഭക്തർക്ക് തോന്നുന്നു. വാഗപ്പൊടി എണ്ണമയം നീക്കുന്നതിന് മാത്രമല്ല, ശിലയെ ദീർഘകാലം സംരക്ഷിക്കാനും സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഔഷധമാണ്. ഈ ചടങ്ങ് നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന നിശബ്ദതയും ദിവ്യമായ ഗന്ധവും ഭക്തർക്കൊരു അപൂർവമായ ആത്മീയ അനുഭൂതി നൽകുന്നു. വാഗചാർത്ത് ദർശനം ലഭിച്ചാൽ ആ ദിവസം മുഴുവൻ മനസ്സിന് ശാന്തിയും പ്രവൃത്തികളിൽ സഫലതയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സാധാരണയായി നിർമ്മാല്യ ദർശനത്തിന് ശേഷം 3:20-നും 3:30-നും പുലർച്ചെയാണ് വാഗചാർത്ത് നടത്തുന്നത്. തുടർന്ന് സ്വർണ്ണശങ്കിൽ ജലാഭിഷേകവും മലർ നിവേദ്യവും നടത്തുന്നു. ഈ അതിരാവിലെയുള്ള ദർശനം കണ്ണൻ്റെ ബാലരൂപം ഹൃദയത്തിൽ നിറയുന്ന ഒരു ദിവ്യ അനുഗ്രഹമായി ഭക്തരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നു. ഹരേ കൃഷ്ണ.